ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആദിവാരം തൃശ്ശൂർക്ക് പോകുന്നുണ്ടെങ്കിൽ ആ കൊറ്റങ്കര ഫ്രാൻസിസിനെ ഒന്ന് കാണണം. അവനൊരു സാധനം തരും, അതൊന്ന് ഭദ്രമായിട്ട് വീട്ടിലെത്തിക്കണം. കൊറ്റങ്കര ഫ്രാൻസിസ് എന്താണാവോ സാധനം? ഒരു പിസ്റ്റളാ. അച്ഛന്റെ പിസ്റ്റൾ അവർ സറണ്ടർ ചെയ്യിച്ചല്ലോ. ഒരെണ്ണം വേണം, ഒരു അത്യാവശ്യത്തിന്. പവിത്രം വെറുതെ ഈ പ്രിക്കോഷൻ എടുക്കുന്ന എന്തിനാ? ഇന്ദുചൂടൻ അവനെ അങ്ങനെ കൊല്ലാൻ പരിപാടി ഇല്ല എനിക്ക്. കിട്ടും, കിട്ടാതെ എവിടെ പോവാനാ? എന്നാ ഞാൻ ഇറങ്ങാ. ഞാൻ ആ ബെൻസ് എടുക്കും. സർ, രണ്ടുപേര് കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയും. വാ മോളെ വാ. ഇരിക്കൂ. വേണ്ട, നിന്നോളാം. എന്താണാവോ? എന്റെ പേര് ഇന്ദുലേഖ. വീട് മുണ്ടൂര. പാലക്കാട് ബ്രാഞ്ചിൽ നിന്ന് ഞാനൊരു ലോൺ എടുത്തിരുന്നു. അതിപ്പോ എനിക്ക് മനസ്സിലായി. കുട്ടി ഇരിക്കൂ. കാർന്നോരിക്കുക. ഓ, ഞാൻ ആ ഫയല് കണ്ടിരുന്നു. അത് പലിശ മുതലിന്റെ ഇരട്ടിയോളായല്ലോ. ഒരടവോ മറ്റോ അടച്ചിട്ടുണ്ടല്ലേ? പിന്നെന്തു പറ്റി? നിവൃത്തിയില്ലാഞ്ഞിട്ടാ. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്തതാ കടം. അത് മുഴുവൻ ചെലവാക്കിയിട്ടും അമ്മ പോയി. ഞാനൊരു തയ്യൽ ക്ലാസ് നടത്തുന്നുണ്ടേ. അതിൽ നിന്നും കിട്ടുന്നതുകൊണ്ട് വേറെ ചില കടങ്ങളുള്ളത് വീട്ടിൽ വരിക. അതെന്ന് പറഞ്ഞാ എന്നെ പോലെ തന്നെ ഗതിയില്ലാത്ത കൂട്ടര് എൻ്റെ അവസ്ഥ കണ്ടിട്ടൊന്ന് സഹായിച്ചതാ. അത് കുറേശ്ശെ തീർന്നു വരുന്നു. അപ്പോഴാ ഇവിടുന്ന് പേപ്പർ വന്നത്, വീടൊഴിഞ്ഞു തരണമെന്ന്. ഒഴിഞ്ഞു പോവാൻ ഒരു ഇടം വേണ്ടേ? അതില്ല. നിങ്ങൾ ഈ കുട്ടിയുടെ ആരാ? ഓ, നിങ്ങൾ ഈ കുട്ടിയുടെ ആരാന്ന്? കുട്ടിയുടെ അമ്മ വഴിക്ക് എനിക്ക് അകന്നൊരു ബന്ധമുണ്ട്. ആനന്ദോണില്ലാത്തൊരു ബാല്യക്കാരിയല്ലേ. ഇങ്ങനെ എന്തെങ്കിലും യാത്രക്ക് ഞാൻ കൂട്ടിന് പോകും, ഒരു പേരിന്. ഞാനിപ്പോ എന്താ ചെയ്യാ? വാങ്ങിച്ചത് ഞാൻ തിരിച്ചു തരേണ്ടത് തന്നെയാ. ഓ, ഒഴിവാക്കാൻ പറയല്ല. പലിശ കുറച്ച് ആ സ്ഥലം ഇങ്ങോട്ട് എടുത്തോളൂ. എന്തെങ്കിലും ബാക്കി എനിക്ക് തന്നാ മതി. അത് കിട്ടിയാ ബാക്കിയുള്ള കടങ്ങൾ കൂടി വീട്ടായിരുന്നു. ഞാൻ പാലക്കാട് ബ്രാഞ്ച് മാനേജറായിട്ടൊന്ന് ആലോചിക്കട്ടെ. പലിശ മുഴുവൻ വേണ്ടെന്ന് വെച്ചാലും ആ പുരയിടം വിറ്റാലും ഞങ്ങൾ അന്ന് തന്ന കാശിപ്പോ കിട്ടില്ല. എന്നാലും നോക്കട്ടെ എന്താ വഴിന്ന്. എന്നാ ഞങ്ങള്. കുട്ടി ഏതുവരെ പഠിച്ചു? പ്രീ ഡിഗ്രി. ടൈപ്പിൽ ഓവർ പാസ്സായി. ഹയറിന് പോയില്ല. പോയിക്കോളൂ. ഓ, ഏതാ? ഒരു അയ്യോ ഭാവം കേസാ. സങ്കടം ബോധിപ്പിക്കാൻ വന്നതാ. കയ്യിലുള്ള പൈസ എണ്ണി കൊടുക്കുകയും വേണം. പിന്നെ ഈ കണ്ണീരും ക്യാൻസറും ഓരോ എക്സ്ക്യൂസസ്. നീ എവിടുന്ന? അനിയത്തിരെ കോളേജ് ഹോസ്റ്റൽ വരെ പോയി. അവൾക്കൊരു പ്രപ്പോസല് കൂടെ കൂട്ടാന്ന് പറഞ്ഞപ്പോ അവള് വന്നോളാന്ന്. അച്ഛനൊരു പുതിയ കാറ് മേടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ വിലസല ഇപ്പോ. അമ്മേ നാരായണ, വെടി തീർന്നോ മോനെ ദിനേശ? ടയർ പഞ്ചറായി മോനെ. തന്നെ? അത് തന്നെ ഞാൻ മലയാളത്തിൽ ചോദിച്ചത്, വെടി തീർന്നോ മോനേന്ന്. ചേട്ടാ, ഈ ടയർ ഒന്ന് മാറ്റിയിടാൻ സഹായിക്കോ? ഇല്ല ഇല്ല ഇല്ലേ? ഇല്ല. എന്നാ ജംഗ്ഷൻ വരെ ലിഫ്റ്റ് താ. എനിക്ക് അർജന്റ് ആയിട്ട് വീട്ടിലെത്തണം. എന്റെ കല്യാണത്തിന്റെ പ്രശ്നമാണ്. കല്യാണോ? കൺഗ്രാറ്റ്സ്. ആരാ പെണ്ണ്? That's a good one. അച്ഛനും ഏട്ടനും കൂടി കുറെ കഷ്ടപ്പെട്ട് തപ്പിക്കൊണ്ടുവന്ന ഒരു ഡോക്ടറാ കക്ഷി. അവരൊക്കെ 9 മണിക്ക് അവിടെ എത്തും. അതിനു മുൻപ് എനിക്ക് അവിടെ എത്തണം. പോയി ഒന്ന് വൃത്തിയായി തേച്ച് കുളിച്ചിട്ട് സാരിയൊക്കെ ഉടുത്തിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് കാപ്പി ട്രീയുമായിട്ട് ഇതാ ഇങ്ങനെ നാണത്തിൽ ഷവർ ബാത്ത് ചെയ്ത് ആ ഇംഗ്ലീഷ് വൈദ്യന്റെ മുമ്പിൽ കൊണ്ടുപോയി കാപ്പി കൊടുത്തിട്ട് കാലിന്റെ തള്ളവരിൽ വെച്ച് 4 വര വരച്ചിട്ട് പിന്നെ ശരീരത്തിന്റെ അനാട്ടമി മനസ്സിലായി കൊടുക്കാൻ ഇങ്ങനെ തിരിഞ്ഞ് മന്ദം മന്ദം ഇങ്ങനെ നടന്നു പോയിട്ട് തീർന്നില്ല. അകത്ത് പോയിട്ട് അമ്മയോട് പറയണം എനിക്ക് ആ കഴുതിയെ ഇഷ്ടമായിട്ടേ ഇല്ലാന്ന്. അതെങ്ങനാടോ കാണാതെ തീരുമാനിക്കുക? എന്റെ അച്ഛന്റെ ഏട്ടന്റെയും കണ്ടുകൊടുത്തല്ലേ. ഞാൻ കെട്ടുന്നെങ്കിൽ അതൊരാണിനെ ആയിരിക്കും. അവനെ ഞാൻ തന്നെ കണ്ടെത്തും.
ദാറ്റ്സ് എ ഗുഡ് വൺ. കയറ്, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. താങ്ക് യു. എവിടാ തന്റെ വീട്? കാളൂർ മൂപ്പൽ നായരെന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ മൂപ്പരെന്താ കച്ചേരിയോ? അപ്പനെന്റെ. ആ, രാമേഷന്റെ അനിയത്തിയാ? യെസ്. നമ്മളെ മനസ്സിലായില്ലല്ലോ. ഈ ലൊക്കേലിന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇല്ലായിരുന്നു, ഒരു 6 വർഷം. പുറത്തായിരുന്നോ? അകത്തായിരുന്നു, സെൻട്രൽ ജയിലിൽ. അകത്തോട്ട് കേറിയാട്ട്? ഇല്ല, മാഷ് പോയിക്കോ, ഞാൻ പോയിക്കോളാം. കേറാൻ. ഇന്ദു ചൂടൻ. ഇന്ദു ചൂടൻ അതെന്റെ പേരാ. ഓ, വീട്ടിലമ്മ അച്ചു എന്ന് വിളിക്കും. നാട്ടിലും ചിലര് അച്ചു, അച്ചുവേട്ടാന്നൊക്കെ വിളിക്കും. എന്താ പേര്? ഇന്ദുച്ചു. അച്ചുവേട്ടൻ. അതെന്റെ പേര്. ഞാൻ ചോദിച്ചത് തന്റെ പേര്. അനുരാധ. അനുരാധ. ഹേ, ആ പേരിലൊരു സിനിമാ നടി ഉണ്ടായിരുന്നല്ലോ, നല്ല കറുത്തിട്ട്. ആ അമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടമേ അല്ലായിരുന്നു. പോവാമോനെ ദിനേശ? ആ, എവിടെയായിരുന്നു ഇത്ര നേരം? കാറിന്റെ ടയർ പഞ്ചറായി. പിന്നെ ഈ ഇന്ദു അല്ല അച്ചുവേട്ടന് ഒരു ലിഫ്റ്റ് തരായിരുന്നു. ഏട്ടനറിയില്ലേ? നല്ല ചോദ്യം. രാമേഷിനും ഞാനും പഴയ ഫ്രണ്ട്സ് അല്ലേ? സ്കൂൾ മേറ്റ്സ്, കോളേജ് മേറ്റ്സ്. അതുപോലെ ഞങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരുപാട് പഴയ കഥകളുണ്ട്. അല്ലടാ പൂശാരി. പൂശാരി എന്ന് വിളിച്ച അവന്റെ ടെമ്പർ തെറ്റും. സ്കൂൾ ടൈമിൽ വീണ ഇരട്ട പേരാ. അനു കേറിപ്പോ. ഓ, താനെന്താ രാമേഷിന് എന്നെ അകത്തേക്ക് ക്ഷണിക്കാത്തത്? ഇന്ദുചൂടാ, നീ പോ. എന്റെ പെങ്ങളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. പറഞ്ഞു തൻ്റെ അനിയത്തി. അവൾ കൊള്ളാവടോ. തനിക്കും തൻ്റെ അച്ഛനും ഇല്ലാത്തൊരു സെൻസ് ഓഫ് ഹ്യൂമറും ഒരു ക്യാരക്ടറും ഉണ്ടാ കൊച്ചിന്. മോനെ ദിനേശ, കൊള്ളാവുന്ന വല്ലവൻ്റെ കൂടെ പറഞ്ഞു വിടാവുള്ളേ. അറിയോ നിനക്കവരെ? കോലപ്പുള്ളിയാ, കോലപ്പുള്ളി. എന്ത് ധൈര്യത്തിലാണ് നീ അവന്റെ കൂടെ വണ്ടി കയറി വന്നത്? പെണ്ണ് കാണാൻ വന്ന കൂട്ടര് നിന്നെ അവന്റെ കൂടെ കെട്ടിയെടുക്കുന്നത് കാണാൻ കൂടെ ഉണ്ടായിരുന്നാൽ എന്താ സംഭവിക്കാന്നറിയോ? ആ എണ്ണം കേട്ട നായിന്റെ മോന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി, പിഴച്ചു എന്ന് കരുതുന്ന നാട്ടുകാര്. എന്റെ ദൃഷ്ടി പതിഞ്ഞിട്ട് പിഴച്ചുപോയ എത്ര പെണ്ണുങ്ങളുണ്ടോ തന്റെ തറവാട്ടില്? പറയണോ? എന്റെ ദൃഷ്ടി, എന്റെ 3-ാം കണ്ണ് തുറന്ന് തന്നെയും തന്റെ മകനെയും ഭസ്മമാക്കേണ്ടിയിരുന്നതാണ്. മറന്നിട്ടില്ലല്ലോ ഒന്നും. താൻ എന്നെ വിശേഷിപ്പിച്ചല്ലോ കൊലയാളിന്ന്. ആരാടോ കൊലയാളി? ഇവനല്ലേ അത്? പോൾ ആസാദ് എന്ന എന്റെ സുഹൃത്തിനെ ബിയർ ബോട്ടിൽ പൊട്ടിച്ച് പള്ളക്ക് കയറ്റി കൊന്നവൻ ഇവൻ. ഇന്ദു ചൂടന് സിവിൽ സർവീസ് ലിസ്റ്റിൽ 1-ാം റാങ്ക് കിട്ടിയത് ആഘോഷിക്കുകയായിരുന്നു ഞങ്ങൾ. അതിനിടയിൽ ഈ നാറി മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ചെയ്ത തന്തയില്ലാത്ത പണിക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്യിച്ചു. താനും മണപ്പള്ളി മാധവൻ നമ്പ്യാരും കൂടെ CI ശങ്കരനാരായണനെ കൊണ്ട് എന്റെ കയ്യിൽ വിലങ്ങ് വെപ്പിച്ചു. എല്ലാം പഴം കഥകളായി. കർമ്മദോഷത്തിന്റെ ശാപഫലമായി കരുതി എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന എന്നെ ഒരു വെറും വാക്കിന്റെ മുന കൊണ്ടുപോലും ഇനി കുത്തി നോവിച്ചാൽ കത്തിച്ചു കളയും ഞാൻ പച്ചയ്ക്ക്. മനസ്സിലായടോ കോപ്പിൽ നായരെ?